അമൃതയ്ക്ക് വളരെ പണ്ട് തന്നെ തമിഴിൽ നിന്നൊക്കെ ഓഫർ ഉണ്ടായിരുന്ന ഒരാളാണ്. എന്നിട്ട് അതൊക്കെ നമ്മൾ വേണ്ടെന്ന് വെച്ച് സംഗീതം മാത്രമാണ് എന്റെ വഴി. എന്റെ വർത്താനം ഐ ലൈക്ക് ഒള്ളി സിംഗിങ് എന്നായിരുന്നു ഞാൻ പറയണ്ടായിരുന്നു. അതെ അതെ, അതെന്തുകൊണ്ടാണ് അന്നങ്ങനെ? എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഇഷ്ടമുണ്ട് അല്ലേ? എനിക്കൊരു കുറച്ച് നാളായിട്ട് അഭിനയ മോഹമുണ്ട്. അതെ, ചില ഫോട്ടോസ്, ആക്ടിങ് വർക്ക്ഷോപ്സ്, നാഗചൈതന്യ. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് അമൃത? ആദിശക്തിയിലാണ്, ആദിശക്തിയിലെ ഫോട്ടോ ആണ് ഉണ്ടായിരുന്നത്. ആദിശക്തിയിൽ എല്ലാവരും ഒരേപോലെയാണ്. നാഗചൈതന്യ ആണെങ്കിലും ഞാനാണെങ്കിലും ഇപ്പോൾ നമ്മൾ ആര് പോയാലും അവിടെ എല്ലാവരും ഒരേപോലെയാണ്. അപ്പം അതൊരു ക്രാഫ്റ്റിന്റെ, ഒരു ആർട്ടിന്റെ ഭൂമിയാണ്. ഈ പറഞ്ഞ പോലെ സിനിമ നമ്മൾ കാണുന്നതിൽ ഞാൻ ഇവള് പിന്നെയും കോഴ്സൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ക്രീനിൽ കാണുന്ന സിനിമ മാത്രമേ എനിക്കറിയുള്ളൂ. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ സിനിമയുടെ പുറകിൽ ഓരോ ലൈൻ, ഓരോ എന്താ പ്രസന്റേഷന്റെ പുറകിലും ഉള്ള എഫേർട്ടും അതെങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളത് അറിയാൻ കഴിയും. ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നാഗചൈതന്യ യൂസ് ലൈക്ക് എല്ലാവരെ പോലെ ഒരു നോർമൽ ഫോട്ടോ കൊണ്ട് എല്ലാരും ഒന്ന് ഞെട്ടിയാണ്. നാഗചൈതന്യയുടെ കൂടെ ട്രോൾ ഉണ്ടായിരുന്നു എനിക്ക്, അടുത്ത ആളെന്ന് പറഞ്ഞിട്ട്. അതാ പറഞ്ഞ മൈക്കിൾ ജാക്സൺ അല്ലേ ഭേദം. അതെ, അത് പുള്ളിയില്ലല്ലോ. ഇപ്പൊ